T20 ലോകകപ്പിനിടെയാണ് കഴിഞ്ഞ ദിനം ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ കരാർ BCCI പ്രഖ്യാപിച്ചത്. വാർഷിക കരാർ വന്നതോടെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് രണ്ട് പേരാണ്. ഒന്ന് നിലവിലെ ഇന്ത്യയുടെ T20 ടീമിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ, പിന്നെ വെറ്ററൻ പേസ് ബോളർ ലോകകപ്പ് ഹീറോ മുഹമ്മദ് ഷമി. ഷമിയെ പൂർണ്ണമായും കരാറിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചിട്ടും ലോകകപ്പ് ടീമിലേക്ക് എത്തിയിട്ടും നിലവിൽ സഞ്ജു സാംസന്റെ ഫോം ഔട്ടിൽ ടീമിലെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ പ്ലസ് വിക്കറ്റ് കീപ്പർ ആയിട്ടും ഇഷാൻ കിഷനെ പരിഗണിക്കാതിരുന്നത് അപ്രതീക്ഷിതമായിരുന്നു. ഷമിയുടെ കേസിലാണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് ഈ തീരുമാനം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. ഇന്ത്യക്കായി ICC ടൂർണമെന്റുകളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബോളറാണ് ഷമി എന്ന് നമുക്കറിയാം. ചാമ്പ്യൻസ് ട്രോഫി കളിച്ച ശേഷം പരിക്കിനെ തുടർന്ന് ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഷമി ഇനി സെലക്ടർമാരുടെ പദ്ധതികളിൽ ഇല്ല എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഈ ഒരു കരാറിൽ നിന്നുള്ള ഒഴിവാക്കൽ വിലയിരുത്തപ്പെടുന്നത്. ചീഫ് സെലക്ടർ അജിത് അഗാർക്കർക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് ഷമിക്ക് വിനയായത് എന്നാണ് കരുതപ്പെടുന്നത്. പിന്നെയുള്ളത് ഇഷാൻ കിഷനാണ്. 26-ാം വയസ്സിൽ നമുക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പടിവാതിൽക്കൽ നിന്നും ഒരുപാട് അവഗണിക്കപ്പെട്ട ഒരു താരമാണ് ഇഷാൻ കിഷൻ. കരാറിൽ നിന്നും ഒഴിവാക്കപ്പെട്ട താരമാണ്. 2023 ഏകദിന ലോകകപ്പ് ടീമിൽ കളിച്ച ഇഷാൻ കിഷൻ വളരെ പെട്ടെന്നാണ് BCCIയുടെ ഇഷ്ടക്കേടിനെ തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നും ഏതാണ്ട് കഴിഞ്ഞ 2 വർഷം അപ്രത്യക്ഷനായ നിലയിൽ കാണപ്പെട്ടത്. എങ്കിലും ലോകകപ്പിന് തൊട്ടു മുമ്പുള്ള ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച ഫോം അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിക്കുന്നു. എങ്കിലും അപ്പോഴും അദ്ദേഹത്തിന് കരാർ നൽകിയിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അണ്ടർ-19 ക്രിക്കറ്റിലൂടെ വളർന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തി ഏകദിനത്തിലെ അതിവേഗ ഡബിൾ ഒക്കെ അടിച്ച് തിളങ്ങിയ താരമാണ് ഇഷാൻ എന്ന് നമുക്കറിയാം. ഇന്ത്യൻ ടീമിൽ മറ്റാരേക്കാളും പരിഗണനയും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. മുഹമ്മദ് ഷമിയെ കൂടാതെ നേരത്തെ കരാറിൽ ഉൾപ്പെട്ട ശേഷം ഇപ്പോൾ പുറത്താക്കപ്പെട്ട മറ്റു താരങ്ങൾ പേസ് ബോളറായ മുകേഷ് കുമാറും മധ്യനിര ബാറ്ററായ സർഫറാസ് ഖാൻ, അതുപോലെ രജത് പട്ടീദാർ ഇവരൊക്കെയാണ്. ഇതിൽ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ നടന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയെന്ന് ആരോപണത്തിൽ കോച്ച് ഗൗതം ഗംഭീറിന്റെ അനിഷ്ടത്തിന് പാത്രമായ താരമാണ് സർഫറാസ്. ആഭ്യന്തര ക്രിക്കറ്റിൽ റൺ അടിച്ചു കൂട്ടിയിട്ടും പിന്നീട് ഒരിക്കലും സർഫറാസിനെ കഴിഞ്ഞ 1 വർഷത്തോളമായി സീനിയർ ടീമിലേക്ക് പരിഗണിച്ചിട്ടേയില്ല. ഹർഷിത് റാണയെ പോലുള്ള പുതിയ ബോളർ സജീവമായതോടുകൂടിയാണ് ബംഗാൾ പേസറായ മുകേഷ് കുമാറിനെ C ഗ്രേഡ് കരാറിൽ നിന്നും ഒഴിവാക്കിയത്. നിലവിലത്തെ കരാറിലും ഏറെ പ്രത്യേകതകളുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 4 കാറ്റഗറികൾ ഇപ്പോൾ 3 ആക്കി ചുരുക്കി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തലപ്പത്തുണ്ടായിരുന്ന ഗ്രേഡ് A+ കരാറാണ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത്. പകരം ഇനി ഗ്രേഡ് A, ഗ്രേഡ് B, ഗ്രേഡ് C എന്നിവ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നേരത്തെ ഗ്രേഡ് A+ ഉണ്ടായിരുന്ന ഇതിഹാസ താരങ്ങളും മുൻ നായകരുമായ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പുതിയ കരാറിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ഇരുവരെയും ഗ്രേഡ് Bയിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ്. രണ്ടുപേരും ഇപ്പോൾ ഏകദിന ഫോർമാറ്റിൽ മാത്രമേ കളിക്കുന്നുള്ളൂ എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത്. ഈ കരാറിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഏറ്റവും പ്രമുഖൻ മുഹമ്മദ് ഷമി തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ ഇഷാൻ കിഷനെ കരാറിൽ ഉൾപ്പെടുത്താത്തതും ഒരു സർപ്രൈസായി മാറി.